ഇന്നലെ രോഗിയുമായി പോയി ഒരു ആംബുലൻസ് കോൺഗ്രസ് തടയുകയും ആ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏത് ചെറിയ കാര്യത്തിനും ഉടൻ വലിയ പ്രക്ഷോഭമാണല്ലോ. പക്വതയോടുകൂടി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞ് കറണ്ടടിച്ച് മരിച്ചു. ഒരു സ്കൂളിന്റെ കെട്ടിടത്തിന് ഇന്നലെ തകർന്നു. രോഗിയുമായിട്ട് പോയ ആംബുലൻസ് നടന്നു. ഓരോ സ്ഥലത്തും ഓരോ ചെന്നിത്തല നവോദയ സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുക. ആ പരിഹാരം കാണുന്നതിന് എല്ലാവരും കൂട്ടായി പരിശ്രമിക്കുക. ഇപ്പം ചെന്നിത്തലയിൽ ആത്മഹത്യാ കേസ് വന്നപ്പോൾ നമ്മൾ ചെയ്തെന്താ, അവിടെ പോയി വസ്തുതകൾ പരിശോധിച്ചു. കളക്ടറെയും SP യും വിളിച്ചു. വന്ന് വിശദമായ അന്വേഷണം നടത്താൻ പറഞ്ഞു. അന്വേഷണം നടത്തി ആ പ്രശ്നങ്ങൾ അവസാനിച്ചു. അപ്പോൾ നമ്മളൊരു പ്രശ്നത്തെ അതിൻ്റെ മെറിറ്റിന്മേൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, സംഭവിച്ച കാര്യത്തെ പരിശോധിച്ച് ഗൗരവമായി എടുത്ത് പരിഹാരം കാണുക. നടപടി ആവശ്യം നടപടി എടുക്കണം. ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ, ഉടനെ ഒരു കൊടിയെടുത്ത് കുറച്ച് പേര് സമരത്തിന് വരുന്നു. അവിടെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ ചെയ്യട്ടെ, ഒരു മരണ വീട്ടിൽ മന്ത്രിമാർ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് തടയാവും. ഇതൊക്കെ കേരളത്തിൽ എത്രമാത്രം രാഷ്ട്രീയമായിട്ട് പാർട്ടികൾ അകപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയല്ലേ. അപ്പം അതിൻ്റെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കണം. കുറവോ തെറ്റോ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹാരം കാണണം. നടപടി ആവശ്യമാണ്, നടപടി ആവശ്യമാണ്. രീതികളിലൊരു മാറ്റം വേണ്ടേ? അല്ല, സമരം ചെയ്യേണ്ടെന്നല്ല ഈ പറയുന്നത്. ഇപ്പം ഞാൻ നവോദയ സ്കൂൾ എൻ്റെ നാട്ടിലാണെന്നൊരു വിഷയം ഞാനങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞത്. വേണമെങ്കിലും പ്രക്ഷോഭം നടത്താം, കുറേ ആളുകളെ സംഘടിപ്പിച്ച് കൊടിയും പിടിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കാം. പക്ഷേ ഒരു കുട്ടി മരിച്ചു, അത് ആത്മഹത്യയാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. രാത്രിയിലാണ് സംഭവം നടന്നത്. നമ്മളവിടെ പോയി കളക്ടറെ SP യും വരുത്തി, ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വരുത്തി, ശരി അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ വസ്തുതാപരമായി അതിൻ്റെ കാര്യങ്ങൾ ഫാക്ട്സ് മനസ്സിലായി. പിന്നെ അവിടെ ഒരു പ്രക്ഷോഭത്തിൻ്റെ വിഷയമില്ല. കേന്ദ്ര ഗവൺമെൻറ് നടന്നൊരു സ്കൂളായതുകൊണ്ട് രാവിലെ അവിടെ കൊടിയും കുത്തി പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ വസ്തുതകൾ പരിശോധിക്കുക. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ ഫാക്ട്സ് എന്തുകൊണ്ടുണ്ടായി അത് പരിശോധിച്ചതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സമരം ചെയ്യുന്നത് ഞങ്ങളാരും എതിരല്ല. സമരം ചെയ്യേണ്ടതെന്ന് ചെയ്യണം. പക്ഷെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇപ്പോൾ നമ്മുടെ കാർത്തികപ്പള്ളി സ്കൂൾ കെട്ടിടം വീണു. തൊട്ടപ്പുറത്ത് ഒരു നല്ല കെട്ടിടം പണിതു. ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടിയില്ല, അതുകൊണ്ട് തുറന്നു കൊടുത്തില്ല. ഇതിനാരാണ് പെർമിഷൻ കൊടുത്തത് അത് പരിശോധിക്കാം. അവിടെ കുട്ടികൾ പഠിച്ചോ അത് പരിശോധിക്കാം. അതിന് പകരം ഒരു കൊടിയെടുത്ത് അവിടെ ചെന്നിട്ട് സ്കൂൾ നടത്താനേ സമ്മതിക്കത്തില്ല, അല്ല പ്രക്ഷോഭം ഉണ്ടാക്കുക, ഉണ്ടായിസം കാണിക്കുക, അതല്ല വേണ്ടത്. എന്നാ എൻ്റെ അഭിപ്രായം. നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കി അവിടെ ആരുടെയും ഭാഗത്തായിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നടപടി സ്വീകരിച്ച്. പിന്നെ കുട്ടി കറണ്ടടിച്ച് മരിച്ചപ്പോൾ മന്ത്രി എടുത്ത നിലപാടെന്താ, കൃത്യമായ നടപടിയെടുത്തു. ആ വീട്ടിൽ പോയി അവരെ സഹായിക്കേണ്ട കാര്യം ഇടപെട്ടു. പക്ഷേ ആ വീട്ടിൽ പോലും ചെല്ലാൻ സമ്മതിക്കത്തില്ല. ഉടനെ സമരമാണ്, ഉടനെ തടയലാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പരിഹാരം കാണുക എന്നുള്ളതല്ലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, പഞ്ചായത്ത് ഇലക്ഷനും അല്ലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ ഭാഗമായി എല്ലാത്തിനെയും കൗതുകകരമായ സമരങ്ങൾ, കൗതുകകരമായി ഇടപെടൽ ഇത് നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ. അത് ഒട്ടും നമ്മുടെ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഭൂഷണമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതെല്ലാം ഏത് കാര്യത്തിലാണ് കേരള ഗവൺമെൻറ് ഇടപെടാൻ? ഏതെങ്കിലും കാര്യത്തിൽ പുറകോട്ട് തിരിഞ്ഞു നിന്നിട്ടുണ്ട്? എല്ലാ കാര്യത്തിലും കൃത്യം ഇടപെട്ടിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും.